നമസ്കാരം. പഞ്ചവടിയിൽ നമ്മൾ ക്യാമ്പ് അടിച്ചിരിക്കുകയാണ്. പഞ്ചവടിയിൽ ഇരുന്നുകൊണ്ട് ശ്രീരാമനും സീതയും ലക്ഷ്മണനും വളരെ നന്നായി സാധന അനുഷ്ഠിക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. അതായത് വെറും പ്രാർത്ഥന കൊണ്ട് ഈശ്വര സാക്ഷാത്കാരത്തിലെത്താൻ പ്രയാസമാണ്. എന്നാൽ സാധന എന്ന് പറയുന്ന ആ സങ്കേതം നമ്മൾ ആ ടെക്നോളജി നമ്മൾ പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഈശ്വര സാക്ഷാത്കാരത്തിലേക്കും ആത്മജ്ഞാനത്തിലേക്കൊക്കെ വളരെ പെട്ടെന്ന് എത്താം എന്ന് നമ്മുടെ മഹർഷിമാർ കണ്ടുപിടിച്ചു. അതാണ് നമ്മുടെ സനാതന ധർമ്മത്തിൽ പ്രാർത്ഥനയ്ക്കപ്പുറം ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായത്. ക്ഷേത്രത്തിലോ ദേവാലയത്തിൽ പോയി ഈശ്വര നീ സ്തുതിക്കപ്പെട്ടവനാണ്, അല്ലെങ്കിൽ സ്തുതിക്കപ്പെടേണ്ടവനാണ്, നീ കാരുണ്യവാനാണ്, നീ അങ്ങനത്തെവനാണ്, ഇങ്ങനത്തെവനാണ്, ഇങ്ങനെ പുകഴ്ത്തിപ്പാടുകയും നീ പറയുന്നത് പോലെ തന്നെ ഞാൻ ജീവിച്ചോളാമെന്ന് വീണ്ടും 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 എത്തമിട്ട് പറയുകയും ചെയ്യുന്നതിനപ്പുറമാണ് സാധന എന്ന് പറയുന്ന ആ ഒരു സംഭവം. അതുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്കപ്പുറം ധ്യാനം, യോഗാഭ്യാസം, അതുപോലെ ശ്വസനക്രിയകൾ, പിന്നെ പ്രത്യേക തരത്തിലുള്ള ആഹാര രീതികൾ, പിന്നെ തീർത്ഥയാത്ര, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ സനാതന ധർമ്മത്തിൽ നമ്മൾ കാണാം. അതുകൊണ്ടാണ് അത് ഒരു ടെക്സ്റ്റ് നിൽക്കാത്തത്. 100,000 ടെക്സ്റ്റുകളാണ്. അതൊരു ലൈബ്രറിയാണ്. നമ്മൾ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമുക്കൊരു 1ാം പാഠമേ ഉള്ളൂ. അതൊരു സ്ലേറ്റും കൂടെ കക്ഷത്ത് വെച്ചുകൊണ്ട് നമുക്ക് പോകാം. പക്ഷേ കോളേജ് പഠിക്കുമ്പോൾ അതല്ലല്ലോ. അതെല്ലാം കൂടെ കക്ഷത്ത് വെച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. പിന്നെ കൂടുതലും ഡോക്ടറേറ്റൊക്കെ എടുക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ ഗ്രന്ഥങ്ങൾ നിരവധിയായിരിക്കും. ഒരു ഗ്രന്ഥത്തെ മാത്രം അടിസ്ഥാനമാക്കി പഠിക്കുമ്പോൾ അതിനെപ്പോഴും ഒരു പരിധി വരും. 10,000 വർഷമായിട്ട് ഈശ്വരനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഭാരതം. ഈശ്വരനെ കണ്ടെത്തിയ രാജ്യമാണ്. ലോകത്തെ ഏറ്റവും വലിയ സ്പിരിച്വൽ ലാൻഡാണ് ഭാരതം. അതുകൊണ്ടാണ് പൂന്താനം പറഞ്ഞത് ഭാരതത്തിൽ വന്ന് ജനിക്കുന്നത് തന്നെ പരമഭാഗ്യമാണ്. ഭാരതത്തിൽ വന്ന് ഏത് മതക്കാരൻ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് പോയാലും അയാൾ സ്വർഗത്തിലെത്തും, അയാൾ ഒരിക്കലും നരകത്തെത്തില്ല. അത്ര സ്പിരിച്വൽ ക്വാളിറ്റി ഉള്ളൊരു മണ്ണാണിത്. എന്നോടൊരു ഇമാമ അദ്ദേഹം പറഞ്ഞൊരു അനുഭവം ഞാൻ പറയാം. അദ്ദേഹം ആദ്യമായിട്ട് മെക്കയിലേക്ക് പോകും. അപ്പോൾ പോകണമല്ലോ, എല്ലാവരും അങ്ങനെ പോകും. അദ്ദേഹം പറയാണ്, ഭാരതത്തിൽ നിന്ന് വിമാനം ഉയർന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ ഭാരതം എന്താണ് സത്യത്തിൽ പിടികിട്ടിയത്. അതായത് എൻ്റെ അമ്മയെ വേർപിരിയുന്ന പോലെ എനിക്ക് തോന്നി. ഈ മണ്ണ് എത്ര ഉദാത്തമാണെന്ന് എനിക്ക്, എത്ര സ്പിരിച്വലായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് നമ്മളുണ്ടായിരുന്നതെന്ന് നമുക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം മെക്കയിലൊക്കെ പോയി അവിടെയൊക്കെ ഹജ്ജൊക്കെ ചെയ്തു. അവിടെ വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഭാരതീയനാണ് എന്നാണ് ഞാൻ ഈശ്വരനോട് പറഞ്ഞത്. ഞാനൊരു ഭാരതീയനാണ്, ഭാരതത്തിൻ്റെ സംസ്കാരമാണ് എൻ്റെ സംസ്കാരം. അവിടെയാണ് അങ്ങ് ഏറ്റവും അധികം നിറഞ്ഞു നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം തിരുവനന്തപുരത്തെത്തി. വിമാനം ലാൻഡ് ചെയ്ത നിമിഷം അദ്ദേഹം പറയണം, എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ തിരിച്ചെത്തി എന്ന് എനിക്ക് തോന്നി. ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളായാലും ശരി, അയാൾ ഇന്ത്യക്കാരനാണെങ്കിൽ അയാൾക്കൊരു പ്രത്യേകത ഉണ്ടാവും. ഒന്ന്, മറ്റു മതങ്ങളോട് തോളോട് തോൾ ചേർന്ന് ജീവിക്കാൻ പഠിക്കും. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, അപ്പോൾ സ്വാമി ഈ നെറ്റിലെ കാര്യങ്ങളൊന്നും കാണാറില്ലേ? ഈ യൂട്യൂബിലൊക്കെ എന്തോന്നാണ്, അല്ലെങ്കിൽ ഓരോരുത്തന്മാർ ഫേസ്ബുക്കിൽ നിന്നൊക്കെ ഓരോ മറ്റു മതങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് എന്തൊക്കെയാണ് എഴുതുന്നത്? തീർച്ചയാണ് ഫേസ്ബുക്കിൽ നിന്നൊരു സംഭവം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാണാം. അതുപോലെ പലതിലും കാണാം, ഇൻസ്റ്റാഗ്രാമിൽ അത് കാണാം. അതിൻ്റെ കാരണം ശരിയായ മതബോധനത്തിലൂടെ വളരാത്ത തലമുറയാണ് അതിൻ്റെ കാരണം. എന്ന് പറഞ്ഞാൽ ഞാനൊരു ഇസ്ലാമായാലും, ഞാനൊരു ക്രിസ്ത്യാനിയായാലും, ഞാനൊരു ഹിന്ദു ആയാലും അതൊക്കെ ഈശ്വരൻ്റെ ഇച്ഛയാണ്. എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നത് ഒരു ഈശ്വരനേ ഉള്ളൂ എന്നാണ്. ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നതൊക്കെ ഈശ്വര ഇച്ഛയാണ്. അപ്പോൾ എല്ലാ മതങ്ങളും ഈശ്വരൻ്റെ ഇച്ഛയല്ലേ? നിരീശ്വരവാദികൾ ഉണ്ടാകേണ്ടതും ഈശ്വരൻ്റെ ഇച്ഛയാണ്. അപ്പോൾ ഞാൻ എങ്ങനെ പറയും മറ്റു മതം തെറ്റാണ്, മോശമാണ്? അപ്പോൾ എപ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്? എൻ്റെ അയൽവക്കക്കാരൻ മുസ്ലിമായിരുന്നു, എനിക്കെന്താ? അവൻ്റെ വീട്ടിൽ അവൻ എന്നെ പെരുന്നാളിന് വിളിച്ചു കഴിഞ്ഞാൽ സന്തോഷത്തോടെ പോകില്ലേ?
ഇപ്പോൾ തന്നെ എനിക്ക് ഈ വ്രതം മാറ്റുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളുണ്ടല്ലോ മുസ്ലിങ്ങളുടെ, അതിലൊക്കെ എത്രയോ ക്ഷണം കിട്ടുമെന്ന് ഞാൻ പോകുന്നു. ക്രിസ്മസിന് ക്രിസ്ത്യാനികൾ വിളിക്കുന്നു. എത്രയോ ആത്മസുഹൃത്തുക്കളുണ്ട്, അച്ഛന്മാരുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് ഇമാമാരുടെ സുഹൃത്തായിരിക്കുന്ന ഒരാൾ ഞാനായിരിക്കും. അവരുടെ പള്ളിയിൽ ഞാൻ പ്രസംഗിക്കാൻ പോകാറുണ്ട്. തിരുവനന്തപുരം പാളയം പള്ളിയിൽ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചിട്ടുണ്ട്. പാളയം പള്ളിയിലെ പണ്ഡിത സദസ്സിലാണ് എന്നെ വിളിച്ചത്. അവിടെ ചെല്ലുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ബന്ധുക്കളായിട്ടല്ലേ ഞാൻ അവരെ കാണും. ഞാനും ഒരു അച്ഛനും കൂടെ ഒക്കെ ഒരു പള്ളിയിൽ പ്രസംഗിക്കാൻ പോയി. അപ്പോൾ അതിനു മുമ്പ് നിസ്കാരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും പറക്കയിരുന്നാൽ മതി, നിസ്കരിക്കണമെന്നില്ല, പറക്കരുന്നുള്ളൂ. അപ്പം ഞാനും അച്ഛനും കൂടെ ഇരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു, സ്വാമിക്ക് ഈ നിസ്കരിക്കുന്ന അറിയാമോ? ഞാൻ പറഞ്ഞു, എനിക്കറിയാം, ഞാൻ പഠിച്ചിട്ടുണ്ട്, നമുക്ക് നിസ്കരിച്ചാലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോൾ ഒരു പള്ളി കയറി നിസ്കരിച്ചൊന്നും എനിക്കൊരു പ്രശ്നമില്ല, ഹിന്ദുമതം അതൊക്കെ ടോളറേറ്റ് ചെയ്യും. പക്ഷേ നിങ്ങളൊരു അച്ഛനാണ്, അവസാനം പുലിവാല പിടിക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞു, ശരിയാണ്, എല്ലാവരും അത് സഹിച്ചെന്ന് പറയില്ല. ശരിയാണ്, ഞാനൊരു പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ അത് കണ്ടു നിൽക്കുന്ന ഒരു ഹിന്ദുവിന്, എല്ലാ ഹിന്ദുക്കൾക്കും ഞാൻ പറയില്ല, ഭൂരിപക്ഷ ഹിന്ദുക്കൾക്കും അതൊക്കെ നല്ലതല്ലേ എന്ന് പറയും. പക്ഷേ ഒരു ന്യൂനപക്ഷം എപ്പോഴും അതിനെ എതിർക്കും. തീർച്ചയാണ്. ഈ ന്യൂനപക്ഷം എന്ന് പറയുന്നത് മതങ്ങളെ ശരിയായി പഠിച്ചവരല്ല. അതാണ് ഞാൻ പറയുന്നത്. ക്രിസ്തുമതം നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ക്രിസ്ത്യാനിയായി, പ്രത്യേകിച്ച് ഭാരതത്തിലെ ക്രിസ്ത്യാനിയും പറയാം, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ക്രിസ്ത്യാനിയാവാൻ പറ്റും. അതുപോലെ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന എത്രയോ നല്ല ആളുകൾ, എത്രയോ സൗഹാർദ്ദപരമായിട്ട് മറ്റു മതക്കാരോട് പെരുമാറാറുണ്ട്. പക്ഷേ നമ്മുടെ ഫേസ്ബുക്കും നമ്മുടെ ഇൻ്റർനെറ്റും ഒക്കെ അത്തരം നന്മകളെ വളരെ കുറച്ച് പ്രോത്സാഹിപ്പിക്കാറുള്ളൂ. തിന്മയ്ക്കാണ് എപ്പോഴും പ്രാധാന്യം കിട്ടുന്നത്. ये कहेंगे कि एक मुसलमान होकर और एक इस्लामिक स्कॉलर होकर हिंदुओं की किताब और उनके मज़हबी किताब को पढ़कर मैं वीडियो बना रहा हूँ, ये हराम काम है, गुनाह है। तो पहले मैं इस पे बात करता चलूँ कि ऐसा कुछ नहीं है, और अगर मैं इस चीज़ को पढ़ता हूँ तो इसका फ़ायदा क्या है। देखिए, दुनिया के अंदर मेरा मानना यह है कि जब तक हम किसी भी धर्म की और मज़हब की किताब को उसके ओरिजिनल टेक्स्ट के अंदर जाकर नहीं पढ़ेंगे तो हमें कभी भी ये यकीन नहीं हो सकता, या हम समझ नहीं सकते कि जो दूसरे धर्म के लोग हैं वो क्या हैं, कौन हैं, उनकी नफ्सियात क्या है, वो किस चीज़ पर यकीन और विश्वास और बिलीव रखते हैं। अगर हम सिर्फ सुनी सुनाई बातों को लेकर चलेंगे तो दूरियां बढ़ेंगी और हमें एक दूसरे के बारे में जानकारी और यकीन नहीं होगा। हम यही समझते रहेंगे कि दूसरा मज़हब ऐसा है, दूसरे मज़हब के लोग इस तरह के हैं, या हम अधूरी जानकारी और अधूरी मालूमात के ऊपर किसी के बारे में कोई फैसला कर देंगे। इसलिए जब तक हम ओरिजिनल टेक्स्ट को नहीं पढ़ेंगे हमें कुछ भी समझ में नहीं आएगा। तो इस वीडियो के अंदर जो मैं पहला अध्याय श्रीमद् भगवद गीता का पढ़ने जा रहा हूँ, उसमें हम देखेंगे कि ये क्या कह रही है हमसे। നമ്മളൊരു പേപ്പർ എടുത്ത് നോക്കും, വയലൻസ്, റേപ്പ്, അതൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കും ആ പേപ്പർ. പിന്നെ ഉള്ളത് കുറച്ച് വാർത്തകളാണ്. അതായത് മുഖ്യധാര എന്ന് പറയുന്ന വയലൻസും റേപ്പും ഒക്കെയാണ്. അങ്ങനെ വരുമ്പോൾ തീവ്രവാദത്തിന് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കും. മതസൗഹാർദ്ദത്തിൻ്റെ എത്രയോ സംഭവങ്ങൾ ഈ ലോകത്ത് നടക്കുന്നു. പക്ഷെ അതൊന്നും നമ്മുടെ മനസ്സിനകത്ത് വരില്ല, അതൊരു വാർത്തയുമല്ല. അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് തോന്നും ഈ മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷം തീവ്രവാദികൾ. അങ്ങനെയല്ല, വളരെ കുറച്ച് ന്യൂനപക്ഷമുള്ളതാണ്. അതുപോലെ ഹിന്ദുക്കളിൽ ന്യൂനപക്ഷയുടെ ഒരുപാട് തീവ്രവാദികളുണ്ട്. ക്രിസ്തുമതത്തിൽ ഉണ്ട്, ഇപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് വരുന്നു. അപ്പോൾ ഈ മതങ്ങളെന്ന് പറയുന്ന ഒരു അതും അതിൻ്റെ സാധനയും രണ്ടാണ്. നമ്മൾ മതസാധന ചെയ്താൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരുടെ സ്നേഹം നമുക്ക് മനസ്സിലാവും. ഭാരതത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ആ ക്വാളിറ്റി ഉണ്ടാകണം. എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു വലിയൊരു ആശ്രമത്തിലെ സന്യാസിയാണ്. അദ്ദേഹം എന്നോട് പറയുന്നത്, അദ്ദേഹം കൊടുക്കേണ്ട വിദേശങ്ങളിലൊക്കെ പോയി യോഗയൊക്കെ പഠിപ്പിക്കുക, യോഗയല്ല പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറയായിരുന്നു, അദ്ദേഹം വിദേശത്ത് പോകുമ്പോൾ എപ്പോഴും കുറച്ച് മണ്ണ് ചാക്കിൽ കൊണ്ടുപോകും, മറ്റൊന്നെടുക്കുന്ന മണ്ണ്. എന്തിനാണെന്ന് വെച്ചാൽ അവിടെ ഒന്നും ഇരുന്ന് ധ്യാനിച്ചാൽ ധ്യാനം ലഭിക്കില്ല. പക്ഷേ അതുകൊണ്ട് ഞാൻ ധ്യാനിക്കുന്നതിന് മുമ്പ് അതിൻ്റെ താഴെ ഈ ചാക്ക് വയ്ക്കും, ഇന്ത്യൻ മണ്ണ്, അതിൻ്റെ മുകളിൽ കയറി ധ്യാനിക്കുക. ഇതാണ് ഭാരതത്തിൻ്റെ പ്രത്യേകത. ഇഫ് ഇന്ത്യ ഡൈസ് ദ ഹോൾ സ്പിരിച്വാലിറ്റി ഓഫ് ദ വേൾഡ് ഡൈസ് എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഇവിടുത്തെ ക്രിസ്ത്യാനിയായാലും ഇവിടുത്തെ യഹൂദനായാലും ശരി, ഇവിടുത്തെ മുസ്ലിം ആയാലും ശരി, ഹിന്ദു ആയാലും ശരി, സ്നേഹത്തിൻ്റെ ആളുകളാണ്. സർവ്വ മതങ്ങളെയും ഒരുപോലെ കാണാൻ കഴിവുള്ളവരാണ്. പക്ഷേ പ്രശ്നം വരുന്ന എവിടെയാണ്? എൻ്റെ മതമാണ് വലുതെന്ന് പറഞ്ഞിട്ട് മറ്റു മതങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുക. അവിടെയാണ് പ്രശ്നം.
ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങേ അറ്റം ടോളറൻറ്റ് പീപ്പിളാണ് ഹിന്ദുക്കൾ. ഇപ്പോൾ അവർ അതിൻ്റെ ഒരു രീതി വിടുന്നതിൻ്റെ കാരണം തീർച്ചയായിട്ടും ഹിന്ദുക്കളോട് മറ്റു മതക്കാർ പെരുമാറിയ ആ പെരുമാറ്റം അത്ര ശരിയായില്ല എന്ന് അവർക്ക് തോന്നിയുകൊണ്ടാണ്. പ്രത്യേകിച്ച് മതം മാറ്റം, ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ കാണിക്കുമ്പോൾ അക്രമം ചെയ്യുക, അങ്ങനെയുള്ള തരത്തിൽ വരുമ്പോൾ അവരും വർഗീയതയിലേക്ക് വരുന്നു. അത് ഒരിക്കലും സംഭവിക്കരുത്. ഭാരതവും കൂടെ വർഗീയതയിൽ വീണുപോയാൽ ഈ ലോകമേ നശിച്ചു പോകും. അതാണ് സത്യം. അപ്പോൾ വിദേശത്തൊക്കെ ഒരുപാട് പേര് ഹരേ കൃഷ്ണ പ്രസ്ഥാനക്കാരും അവരൊക്കെ തനി ഹിന്ദുക്കളായിട്ട് ജീവിച്ചുകൊണ്ട് റോഡിൽ ഹരേ രാമ എന്നൊക്കെ പറഞ്ഞ് നൃത്തം ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത സങ്കടം തോന്നും. കാര്യം നമ്മളൊരിക്കലും അതങ്ങനെ ചെയ്തിട്ടില്ല. നമുക്കങ്ങനെ ഒരു പരിശീലനം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ സാധാരണ ഹിന്ദുക്കളായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് പൂർണ്ണമായൊരു വ്യക്തിത്വം എത്തണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയമാണ് ഈ പഞ്ചവടി. 5 കാര്യങ്ങൾ ചിന്തിക്കണം. അഗസ്ത്യർ മഹർഷിയും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന മഹർഷിമാരും കൂടി ചേർന്ന് പരമശിവനോട് ചോദിച്ചു. എന്ത് പരമേശ്വരനോട് ചോദിക്കുന്ന കാര്യം? പരമശിവനും പാർവതിയാണ് എല്ലാ ജീവാത്മാക്കളുടെയും അച്ഛനും അമ്മയും. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ശരീരം എടുക്കും, വീണ്ടും ശരീരം എടുക്കും, അങ്ങനെ ശരീരം എടുത്തുകൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് ആധ്യാത്മിക ബോധം വരും. അപ്പോൾ നിങ്ങൾ ഈ മായയിൽ നിന്ന് പുറത്തു പോകാൻ ശ്രമിച്ചുകൊണ്ട് സാധന ചെയ്യും. അവസാനം നിങ്ങൾ ജീവാത്മാവണെന്ന് തിരിച്ചറിയും. പിന്നെ നമ്മൾ എത്തുന്നത് ശിവപാർവതിമാരുടെ കൈലാസത്തിലാണ്. അപ്പോൾ പിന്നെ ജനിക്കുന്നത് സ്പിരിച്വലായിട്ടുള്ളൊരു ബീയിങ് ആയിട്ടായിരിക്കും. വെറും ഭൗതികമായിട്ടുള്ള സുഖങ്ങളുടെ പിറകെ അലയുന്ന, ഇണചേരുക, ഇരതേടുക എന്ന് മാത്രം, അതിനപ്പുറം ഒരു സിദ്ധാന്തമില്ലാത്ത മനുഷ്യരായിട്ടായിരിക്കില്ല. നിങ്ങൾ നോക്കിയാൽ ചുറ്റും ഉള്ള ആളുകളെല്ലാം അവർക്ക് ജോലിക്കപ്പുറം ശമ്പളത്തിന് പിന്നെ ഗ്രാറ്റുവിറ്റി, അത് ഇത്, അല്ലെങ്കിൽ ലാഭങ്ങൾ, നമ്മുടെ ട്രേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ, സ്റ്റോക്ക് മാർക്കറ്റ്, അത് ഇതെന്നൊക്കെ ചിന്തിക്കുന്നവരാണ് നല്ല ശതമാനം ആളുകൾ. അല്ലെങ്കിൽ നല്ല ഭക്ഷണം അവിടെ കിട്ടുന്ന ആലോചിച്ചുകൊണ്ട് കിടക്കുന്നവരാണ്. എവിടെയൊക്കെ എന്തൊക്കെ ഭക്ഷണം ഇടുന്ന ആലോചിച്ചുകൊണ്ട് കിടക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ വിഷയസുഖങ്ങളിൽ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്നവരാണ്. അങ്ങനെയുള്ള സിനിമ കാണുക, അങ്ങനെയുള്ള പാട്ടുകൾ കേൾക്കുക, അങ്ങനെ എല്ലാത്തിലും അതിലാണ് പ്രാധാന്യം. അതിനപ്പുറത്തേക്ക് ഞാൻ ആരാണ് എന്ന ആ ഒരു ചോദ്യം നമ്മൾ ഒരിക്കലും ചോദിക്കാറില്ല. അതാണ് രമണ മഹർഷി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു മനുഷ്യനോട് ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൂ ആം ഐ എന്നാണ്. ആ ചിന്ത നമുക്ക് സംഭവിക്കേണ്ടത് എവിടെയാണ്? പഞ്ചവടി വെച്ച് 5 വൃക്ഷങ്ങൾ. ഈ 5ലേക്ക് നമുക്ക് കയറാം. അഗസ്ത്യ മഹർഷിയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ കൂടി ചെന്ന് പരമശിവനോട് ചോദിച്ചു. ഈ ജീവാത്മാ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ശിവനെയും പാർവതിയും ദർശിക്കുന്നത്. നമ്മൾ വീണ്ടും ഭഗവാന്റെ പാദങ്ങളിൽ ചെന്ന് തൊഴുതിട്ട് പറയും, ഞാൻ ഇനിയും ഭൂമിയിലേക്ക് പോവുകയാണ്, ഞാൻ മായയിൽ വീഴാതെ നോക്കിക്കോണം, അങ്ങ് രക്ഷിക്കണം എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ നമ്മൾ മായയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഏത് ശിവൻ, ഏത് പാർവതി എന്ന് പറയും. നമുക്ക് ഭൂമിയിൽ എനിക്ക് ഒരു അച്ഛനമ്മയുണ്ട്. അതുപോലെ നമ്മുടെ എല്ലാ ജന്മത്തിലും നമ്മുടെ ജീവാത്മാവിന് ഉള്ള പിതാവും മാതാവുമാണ് ഈ ശിവപാർവതികൾ. അപ്പോൾ ഈ മഹർഷിമാർ അവരുടെ അഗാധമായ ധ്യാനത്തിലൂടെ കൈലാസത്തിലെത്തിയിട്ട് ശിവനോട് ചോദിച്ചു, എന്ത് ചെയ്യണം ഒരു മനുഷ്യൻ സഫലം ഈ യാത്ര എന്ന് പറഞ്ഞ് ജീവിതത്തിൽ അവസാനം മരിക്കുമ്പോൾ പോകണമെങ്കിൽ അവൻ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ വിഷയത്തിൽ അവന് ഫസ്റ്റ് ക്ലാസ് വാങ്ങിക്കണം, അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻ വാങ്ങിക്കണം, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അതിന് കൈലാസനാഥൻ പറഞ്ഞു കൊടുത്ത ഉത്തരമാണ് യോഗ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യോഗയുടെ ആദ്യം അതിനെ ശിവപഥം എന്നാണ് പറഞ്ഞത്. പിന്നെ സാധുക്കൾ, മഹർഷിമാരത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സാധുപഥം, സാധുവിൻ്റെ വഴി എന്ന് പറയും. എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? നമ്മളത് ഒന്ന് ചിന്തിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് എത്രമാത്രം നമ്മൾ ആ വിഷയം പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഒരു പക്ഷേ നമ്മൾ വയസ്സായപ്പോൾ നമുക്ക് ഇനിയൊന്നും പറ്റില്ല എന്ന് വിചാരിച്ചില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് നന്നായിട്ട് പഠിക്കാം. നമുക്ക് വേണ്ടി മാത്രമല്ല, ഇനി വരാൻ പോകുന്ന തലമുറയെ നമ്മൾ ബോധവൽക്കരിക്കണം. ഈ ജീവിതം എന്ന് പറയുന്ന ഒരു കാര്യം ഒരു ആർട്ടാണ്, അതൊരു സയൻസാണ്. അത് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നിറഞ്ഞൊരു കാര്യമാണ്. അത് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ സ്കൂളുകളിലോ കോളേജുകളിലോ ഒരിടത്ത് പോലും ഈ ജീവിതം എന്ന് പറയുന്ന കല എങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നില്ല. അതുതന്നെയാണ് സമൂഹം തകർന്നു പോകുന്നതിൻ്റെ കാരണം. ഈ വൃത്തിയുടെയൊക്കെ സമൂഹത്തിൽ നടക്കുന്ന ഒരു പ്രധാന കാരണം നമ്മൾ കെമിസ്ട്രിയും ഫിസിക്സും ബോട്ടണിയും സുവോളജിയും ഫിലോസഫിയും പഠിപ്പിക്കുന്നതിനോടൊപ്പമെങ്കിലും ഹൗ ടു ലീവ് എന്ന ആ വിഷയം പഠിപ്പിക്കേണ്ട വളരെ അത്യാവശ്യം. തന്നെത്താനെ പഠിക്കാൻ പറ്റില്ല. ഒരു മീൻ ഒരിക്കലും അറിയാൻ പറ്റില്ല അത് വെള്ളത്തിലാണ് നടക്കുന്നത്.
അതുപോലെ നമ്മൾ ജീവിക്കുമ്പോൾ അങ്ങ് ജീവിച്ചു പോകണം. അല്ലാതെ ജീവിതം എന്ത് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല. പക്ഷേ അത് വളരെ അത്യാവശ്യമാണ്. ഏത് കാര്യത്തെക്കുറിച്ചും അറിവ് വളരെ വളരെ നല്ലതാണ്. അറിവുണ്ടെങ്കിൽ ഇപ്പോൾ കോവിഡിനെ കുറിച്ചുള്ള അറിവ് എന്നൊരു സാധനത്തിന് കുറവുകൊണ്ടാണ് കോവിഡ് ഇത്രയും വളർന്നത് അല്ലേ. നമുക്ക് സോഷ്യൽ ഡിസ്റ്റൻസിങ് വരണം, മാസ്ക് ധരിക്കണം, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിലൊന്നും ഒരു കാര്യമാണ്. എൻ്റെ അറിവിനപ്പുറം ഒരു അറിവില്ല എന്ന് പറഞ്ഞ് നടന്നല്ലേ മലയാളിക്ക് പറ്റിയ ഏറ്റവും വലിയ കുഴപ്പം. പക്ഷേ രോഗികളെ രക്ഷിക്കാൻ അറിയാമെന്നുള്ള ഡോക്ടർമാരൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അതാണ് സത്യം. അപ്പം അറിവെന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. ജീവിതം എന്നൊന്ന് അറിവ് നമുക്കുണ്ടാണ്. അപ്പോൾ മഹാദേവൻ എന്താണ് പറഞ്ഞത്? മഹാദേവൻ ഇങ്ങനെ കൈ കാണിച്ചു. 5 കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധത്തോടാണ്. 5 കാര്യങ്ങൾ പഠിക്കണം. 5 വിഷയങ്ങളിൽ നിങ്ങൾക്ക് പ്രാഗൽഭ്യം ഉണ്ടാവും. എങ്കിൽ ഈ ജീവിതം വളരെ രസകരമായിരിക്കും. ഈ മനുഷ്യ ജീവിതം എന്തൊക്കെയാണ്? 1, ചെറുവിരൽ, ശാരീരികം. നമ്മുടെ ശരീരത്തെ ഏറ്റവും നന്നായിട്ട് സൂക്ഷിക്കണം. അതിനോട് 5 ചുമതലകളുണ്ട്. പഞ്ചശ്രേയസ്സുകളാണ് ഞാൻ ഈ പറയുന്നത്. പഞ്ചവടി എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാര്യം. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ സൂക്ഷിച്ചേ പറ്റൂ. കാരണം അതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ വാഹനം. നല്ല മെഴ്സിഡസ് ബെൻസാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. പക്ഷേ അതിന് ആട്ടോറിക്ഷ ഉപയോഗിച്ചാൽ അത് തകർന്നു പോകും. സ്വന്തം ശരീരം സൂക്ഷിക്കാൻ തന്നെയാണ് കുട്ടികൾ ആദ്യം പഠിപ്പിക്കുന്നത്. 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലൊക്കെ ഏറ്റവും കൂടുതൽ കുട്ടികൾ കളിക്കുകയും ശരീരത്തിന് പറ്റാവുന്ന കുഴപ്പങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും ആരോഗ്യത്തെക്കുറിച്ച് പഠിക്കുകയുമാണ് ചെയ്യിക്കേണ്ടത്. അപ്പോഴാണ് അവരുടെ മനസ്സിൽ അത് കോറിയിടാൻ നമുക്ക് പറ്റുന്നത്. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ അവർക്ക് ഒരിക്കലും പ്രയോജനം ചെയ്യാത്ത കുറേ കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ ശാരീരികം. ഈ ശാരീരികം എന്ന് പറയുമ്പോൾ അവിടെ അദ്ദേഹം 5 കാര്യങ്ങൾ പറയും. സത്യം, ശിവം, സുന്ദരം, യുവം, മോഹനം. ശരീരത്തെ സൂക്ഷിക്കാനുള്ള കാര്യങ്ങൾ പറയണം. സത്യം, കോൺക്രീറ്റ് എന്നുവെച്ചാൽ ദ ബോഡി ഷുഡ് ബി ഹെൽത്തി. നമ്മുടെ ഹെൽത്ത് നമ്മൾ നിലനിർത്തണം. ഇഫ് ഹെൽത്ത് ഈസ് ലോസ്റ്റ്, എവ്രിതിങ് ഈസ് ലോസ്റ്റ്. ഇത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരത്തെ RCCയിൽ പോയി അവിടുത്തെ ക്യാൻസർ പേഷ്യൻസിനോട് ചോദിച്ചു നോക്കണം, എങ്ങനെ ഇരിക്കുന്നു നമ്മുടെ ജീവിതം. അപ്പോൾ അവർ പറയും, ആശാനെ എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, ആരോഗ്യമില്ലെങ്കിൽ ഒന്നുമില്ല ആശാനെ, മറ്റൊന്നൊരു വിലയില്ല. അപ്പോൾ പ്രൈമറി ഡ്യൂട്ടി ഇതാണ് സത്യം. കീപ് ദ ബോഡി ഹെൽത്തി, കീപ് ദ ബോഡി സ്ട്രോങ്. രോഗങ്ങൾക്കെതിരെ പ്രതിരോധിക്കാൻ കഴിയണം. ശത്രുക്കളെ അവരുടെ ചെയ്തികളിൽ നിന്ന് നമുക്ക് നമ്മുടെ സ്വന്തം ശരീരത്തെ നിലനിർത്തണം. അവിടെയാണ് യോഗ, കളരിപ്പയറ്റ് അതൊക്കെ കയറി വരുന്നത്. സത്യം. ശിവം, ഡൈനമിക് ആയിരിക്കണം. ശിവൻ എപ്പോഴും ഡൈനമിക് ആണല്ലോ, ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഗൈ അല്ലേ. ഗംഗ താഴേക്കെടുത്ത് അടിയപ്പോൾ തല ഉയർത്തി നിൽക്കുന്ന നിൽപ്പ് വേണ്ടിയിട്ടല്ലേ, അതാണ് ചാടറിയുന്നത്. അതാണ് ആറ്റിറ്റ്യൂഡ്. എന്തും ചെയ്യും. കാളകൂടം എടുത്ത് കുടിച്ചോളും. ഞാൻ ചത്താലും സാരമില്ല, ലോകം രക്ഷപ്പെട്ടാൽ മതി. അതാണ് ജഗത് പിതാവായ അദ്ദേഹം. നമ്മുടെ പ്രപഞ്ചത്തെ രക്ഷിച്ച അദ്ദേഹമാണ്. അപ്പോൾ ത്യാഗം, പിന്നെ കഠിനാധ്വാനം, ക്ഷമ, എന്തും ആ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു വാക്കിനകത്ത് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഉള്ള ആളാണ് ശിവൻ. ശിവൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ആറ്റിറ്റ്യൂഡ് എന്നാണ്. അപ്പോൾ സത്യം, ശിവൻ, നമ്മൾ അങ്ങനെ ഒരു ഗൈ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ 99 വയസ്സിലും നമുക്ക് നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും കൊച്ചുകുട്ടികളുടെ മനസ്സും ഇരിക്കണം. എന്ത് ചലഞ്ചും എടുക്കാനുള്ള കഴിവുണ്ട്. ബോഡി ഷുഡ് ബി അബ്സല്യൂട്ട്ലി ഡൈനമിക്. പിന്നെ നല്ല ഹെൽത്താണ്, പക്ഷേ ചാരി കസേരയിൽ നിന്ന് വെളിയിൽ പോകില്ല, മുറിയിൽ നിന്ന് വെളിയിറങ്ങില്ല. ഇത് പറഞ്ഞ വല്ല അർത്ഥം ഉണ്ടായിരുന്നു. വയസ്സുകാലത്ത് പിള്ളേർക്ക് വേണ്ടിയൊക്കെ സമ്പാദിച്ചൊക്കെ കൊടുത്തില്ലേ, എല്ലാവരും അവിടെ എല്ലാം കൊണ്ടുപോയില്ലേ, അവരൊക്കെ സെറ്റിൽ ഡൗൺ ചെയ്യില്ലേ. ഇനി അച്ഛനും അമ്മയും രാവിലെ വൈകുന്നേരം വീട്ടിൽ ഇരിക്കരുത്, യാത്ര പോകണം, ഒരു വേൾഡ് ടൂറൊക്കെ പോകണം, ബാങ്കിൽ നിന്ന് കട എടുത്തുകൊണ്ട് പോകും. അതിനിടയ്ക്ക് നമ്മൾ മരിച്ചു പിന്നെ കട അടയ്ക്കണ്ട. അപ്പോൾ നല്ല ഒരു ജീവിതത്തെ ആസ്വദിക്കൂ. ചുമ്മാ കുട്ടികൾക്ക് വേണ്ടി ഇരുന്ന് സമ്പാദിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ എന്നും ഈ കഞ്ഞിയും ചമ്മന്തിയും കഴിച്ച് ജീവിക്കുമ്പോൾ നിങ്ങളുടെ മക്കളൊക്കെ ജീവിതം ഭംഗിയായി ആസ്വദിച്ച് പോകാം. ഈ 60 വയസ്സ് 65 വയസ്സായി ഇനി കുരിശ് വരെയും പ്രാർത്ഥനയും ഉള്ളൂ എന്ന് ചിന്തിച്ചേക്കരുത്. ഇനിയാണ് പല കാര്യം ചെയ്യാൻ പറ്റുന്ന കാലം. 60 വയസ്സ് കഴിഞ്ഞാൽ കാലഘട്ടത്തിലാണ് ഒത്തിരി പുതിയ ചിന്തകൾ മനസ്സിൽ പൊട്ടിമുളയ്ക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിലെ സരസമായും ലളിതമായും സുന്ദരമായി എടുക്കുകയാണ് ഞാൻ ആവശ്യപ്പെടുന്നത്.
എന്ന് വെച്ച് മദ്യപിക്കാനോ തിന്മകളിൽ പോകാനൊന്നും അല്ല ഞാൻ ആവശ്യപ്പെടുന്നത്. ജീവിതത്തിൽ ടെൻഷൻസ് കുറേ വിട്. മക്കളെക്കുറിച്ച്, വീട്ടിനെക്കുറിച്ച്, പറമ്പിനെക്കുറിച്ച്, ഇതിനെക്കുറിച്ച് ടെൻഷൻസൊക്കെ വിടും. പറ്റുമെങ്കിൽ എന്തെങ്കിലും കാലത്തുള്ള കാലത്ത് ഒരു ഇൻഷുറൻസ് ഒക്കെ എടുത്ത് കിടക്കുവാണെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റിയും കൂടി ആയി. അമിതമായ സ്വത്തിന് ടെൻഷനുണ്ട്. മക്കൾക്ക് വേണ്ടി വിദ്യാഭ്യാസം കൊടുത്ത് ഒരു നിലയിലെത്തിക്കാന്നല്ലാണ്ട് മക്കൾക്ക് ഒരു 1000 രൂപ ഒരു സമ്പാദ്യം കൊടുത്തേക്കരുത്. ഓരോ ചെടിയും സ്വന്തം വേര് വല്ലരും കൊണ്ട് വെള്ളം വലിച്ചെടുത്ത് പൂ വിരിയിക്കണം. വേറൊരു പൂ കൊണ്ടുവന്ന് വെച്ചാൽ പൂ അധികാരം നിൽക്കില്ല. മക്കൾ ഓരോരുത്തരും കഷ്ടപ്പെട്ട് അവൻ്റെ നിലവാരങ്ങൾ എത്തിക്കൊള്ളും. നിങ്ങൾ ഒരു പരിധിക്കപ്പുറം മക്കൾക്ക് ഓരോരുത്തർ ടെൻഷൻ പിടിക്കരുത്, മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കരുത്. യാത്ര പോകൂ, സൗഹൃദങ്ങളുണ്ടാക്കൂ, ലോകം മുഴുവൻ സഞ്ചരിക്കൂ. ആധ്യാത്മികമായിട്ടുള്ള കേന്ദ്രങ്ങളുണ്ടല്ലോ, തീർത്ഥാടനങ്ങൾ, എവിടെയൊക്കെ പൊയ്ക്കൂടാ. ദിവസവും സന്തോഷമായിട്ട് ചെയ്യൂ. ഇങ്ങനെ കൂനിക്കൂടിയിരുന്ന് മക്കളുടെ കാര്യവും പറഞ്ഞ്, മക്കൾ പുരാണവും പറഞ്ഞ്, അവരെ കുറിച്ച് ആലോചിച്ച് കരഞ്ഞ് ഇങ്ങനെ ഇരിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ബി ഡൈനമിക്, സത്യം, ശിവം, സുന്ദരം. നല്ല സുന്ദരിയും സുന്ദരമായിരിക്കും. സൗന്ദര്യം ഒരിക്കലും നഷ്ടപ്പെട്ടു പോയത്. സൗന്ദര്യം എപ്പോഴാണ് നഷ്ടപ്പെടുന്നത്? നമ്മുടെ ഉള്ളിൽ അസൂയ, അഹങ്കാരം, മറ്റുള്ളവരെ നന്നാവണ കണ്ടുകൂടാത്തത്, പിന്നെ ദുഃഖം, നിരാശ, ഇതൊക്കെ കയറുമ്പോൾ മനസ്സിൻ്റെ സൗന്ദര്യം പോകും. കൊച്ചുകുട്ടികളിൽ ഇതൊന്നുമില്ല. അതുകൊണ്ടാണ് കൊച്ചുകുട്ടികൾ എല്ലാം സുന്ദരമായിരിക്കും. നമ്മളൊരു വീട്ടിൽ ചിലർ കൊച്ചുകുട്ടി ഇറങ്ങി വന്ന്, ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാനൊരു വീട്ടിൽ ചെന്നൊരു ഒരു കൊച്ചുകുട്ടി ഇറങ്ങി വന്നു, ഒരു പയ്യൻ. അപ്പോൾ ഇറങ്ങി വന്നതിന് ശേഷമാണ് അവൻ ഡ്രസ്സ് ഇട്ടിട്ടില്ലോ എന്ന് അവൻ മനസ്സിലാക്കിയത്. അവൻ തിരിച്ചോടുന്ന ഓട്ടത്തിൽ അവൻ പ്രവേശവും പൊത്തിക്കൊണ്ടാണ് ഓടുന്നത്. എന്ത് വളരെ 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 നിഷ്കളങ്കമാണ് ആ മനസ്സിനാലോചിച്ചു. അത് ഞാൻ എൻ്റെ ഒരു അനന്തരവനെ, അവനെങ്ങനെ തൊട്ടിൽ ആട്ടി ഉറക്കായിരുന്നു. എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് ഈ തൊട്ടിൽ ആട്ടി ഉറക്കുക. എന്തുകൊണ്ടാണ് എനിക്കിഷ്ടമുള്ള കാര്യം. അതിങ്ങനെ അപ്പോൾ പാട്ടൊക്കെ പാടും. അപ്പോൾ പാട്ടൊക്കെ പാടണമെന്ന് പറയും. ആദ്യമൊക്കെ ഇൻസ്ട്രക്ഷൻസ് വരും, ആ പാട്ട് പാടണം, ഈ പാട്ട് പാടണം, അങ്ങനെ നിങ്ങൾ ആവശ്യപ്പെട്ട റെക്കോർഡുകൾ പോലെ ഞാൻ പാടിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് അവനിങ്ങനെ ഉറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പതുക്കെ അവസാനത്തെ ഒരു ഗാനവും മംഗളം പാടി പതുക്കെ തൊട്ടിലിങ്ങനെ ആട്ടി വിട്ടു. അപ്പോൾ ഞാൻ അപ്പോഴും ഉണ്ട് എന്നവൻ വിശ്വസിക്കട്ടെ. ഞാൻ പതുക്കെ പുറകോട്ട് നടന്ന് തിരിഞ്ഞ് മുറിയുടെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ ഈ തൊട്ടിൽ പിടിച്ച് എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. ഞാൻ എന്ത് ചെയ്യുന്നു എന്നാണോ നോക്കിയിട്ട്. കുട്ടികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ആഹ്ലാദം കൊണ്ട് നിറയുന്നതിന് കാര്യം അവരുടെ മനസ്സിൽ കൽമഷമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കൽമഷമില്ലെങ്കിൽ യു വിൽ ബി എ വെരി അട്രാക്റ്റീവ് പേഴ്സൺ, വെരി അട്രാക്റ്റീവ്. ശ്രീരാമകൃഷ്ണ പരമഹംസർ എങ്ങനെയാണ് ഇത്രയും ആളുകൾ ആകർഷിച്ചത്? അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു കളങ്കമില്ല. അദ്ദേഹം കൽക്കട്ടയിൽ പോയപ്പോൾ ഭാര്യയ്ക്ക് ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ടു. ഇവിടെ നോക്കിയപ്പോൾ ഐസ്ക്രീം മുഴുവൻ അലിഞ്ഞുപോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ കൽക്കട്ടക്കാരന്മാരെ പോലെ കള്ളന്മാർ ലോകത്തില്ല, അവന്മാർ വ്യാജ ഐസ്ക്രീമാണ് കൊടുത്തയച്ചിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ മനസ്സ്. വളരെ വളരെ നിഷ്കളൻ. അപ്പോൾ സത്യം, ശിവം, സുന്ദരം. നിങ്ങൾക്ക് സുന്ദരനാവണമെങ്കിൽ, സുന്ദരിയാവണമെങ്കിൽ ഉള്ളിലെ ആ കൽമതൊക്കെ എടുത്ത് കളഞ്ഞാൽ മതി. സത്യം, ശിവം, സുന്ദരം, യുവം. ഒരിക്കലും വയസ്സാകരുത്, വയസ്സാകുകയേ ചെയ്യരുത്. എപ്പോഴും ചെറുപ്പമായിരിക്കണം. അല്ലേ? ശങ്കരാചാര്യ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് വയസ്സാകുന്നത്? മറ്റുള്ളവർ വയസ്സാകുന്നത് കണ്ടിട്ടുള്ളൂ. സത്യമാണ്. നമ്മൾ ഈ വയസ്സായ ആളുകൾ കൂട്ടണം, നമ്മൾ വയസ്സായി. ചില ചെറുപ്പക്കാർ, എനിക്കങ്ങനെ ഒന്നും വിഷയമുണ്ടായിരുന്നു. കോളേജ് പഠിക്കുമ്പോഴൊക്കെ എൻ്റെ പരിചയക്കാരൊക്കെ 60-70 വയസ്സായ ആളുകളാണ്. അവരുമായിട്ടാണ് ഞാൻ കമ്പനി. അപ്പോഴെൻ്റെ കൂട്ടുകാർ പറയണം, നീ പെട്ടെന്ന് വയസ്സായി പോയി. ആയിരിക്കാം. പിന്നീട് പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളായി, അപ്പോൾ പിന്നെ അതങ്ങ് പോയി. പക്ഷേ നമ്മൾ യുവജനങ്ങളോടുള്ള സമ്പർക്കം സൂക്ഷിക്കേണ്ട വളരെ വളരെ ആവശ്യമാണ്. അവരുടെ മനസ്സ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ യുവാവും, നമ്മളും കുട്ടിയാവും. പിന്നെ സത്യം, ശിവം, സുന്ദരം, യുവം, മോഹനം, അട്രാക്റ്റീവാണ്. അട്രാക്റ്റ് എന്ന് വെച്ചാൽ കരിസ്മ. നമ്മുടെ വാക്കുകളിലും നമ്മുടെ പ്രവൃത്തികളിലും നമ്മുടെ രൂപത്തിലൊക്കെ ഒരു അട്രാക്ഷൻ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അട്രാക്ഷൻ വരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആൽഡസ് ഹക്സ്ലി എന്ന് എഴുത്തുകാരൻ പറയും, ഒരു മൺഭരണിയല്ല മനുഷ്യ ശരീരം, അതൊരു കണ്ണാടി സ്ഫടിക ഭരണിയാണ്. അതായത് മൺഭരണിക്കകത്ത് നിങ്ങൾ കുറേ വൃത്തികിട്ട സാധനമൊക്കെ ഇട്ടിട്ട് അടച്ച് ഷോക്കേസ് വെച്ചാൽ ആളുകൾ പറയും, അയ്യോ നല്ല ഭരണിയെന്ന്. പക്ഷെ അത് ഗ്ലാസ് ഭരണിയാണെങ്കിൽ അയ്യോ എന്ത് വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു പറയില്ലേ. അതുപോലെ നമ്മുടെ ഉള്ളിൽ എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരോടും ക്ഷമിക്കാനും എല്ലാവരെയും മനസ്സിലാക്കാനും ഏത് കൊച്ചു തമാശയ്ക്ക് ചിരിക്കാനും മറ്റുള്ളവരെ അങ്ങേറ്റം അംഗീകരിക്കാനും അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മുഖത്ത് റിഫ്ലക്റ്റ് ചെയ്ത് വരും. നിങ്ങൾ ഇ കെ നായനാരെ കുറിച്ച് ആലോചിച്ചു. നമ്മുടെ പഴയ മുഖ്യമന്ത്രി വയസ്സാകും തോറും സുന്ദരനായ ഒന്നുമല്ലേ.
പല യോഗികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് വയസ്സാകുകയില്ല. വയസ്സാകാത്തതിൻ്റെ കാര്യം ഇത് തന്നെയാണ്. ഉള്ളിലുള്ള ആ കൽമഷം അങ്ങ് പോയി കഴിഞ്ഞാൽ നിത്യയൗവനം വരും. അപ്പോൾ സത്യം ശിവം സുന്ദരം യുവം മോഹനം, അതാണ് ഞാൻ കരിസ്മ എന്ന് പറയുന്നത്. യുവമായിരിക്കണം, മോഹനമായിരിക്കണം, ദ കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി വേണം. അപ്പോൾ ഇതെല്ലാം ഇനി ഇതിനൊക്കെ എങ്ങനെ എന്തൊക്കെ ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ അത് ഒരുപാട് പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കയറുന്നില്ല. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ ഒരു പഞ്ചവടിയിലെത്തിയിരിക്കുന്നു. നിങ്ങളിപ്പോൾ വയസ്സായിരിക്കുകയാണെങ്കിൽ പോലും പ്രശ്നമൊന്നുമില്ല. ഇരുന്ന് ആലോചിച്ച് നോക്കുക, എൻ്റെ ശരീരത്തെ വേണ്ടി ഞാൻ എത്ര സമയം ദിവസം ചിലവഴിക്കുന്നുണ്ട്. വേണ്ടേ? കൃത്യമായിട്ട് ഏർലി മോർണിംഗ് എണീച്ച് ടെറസിലോ മുറ്റത്തൊന്ന് കൃത്യമായിട്ട് ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക, അല്ലെങ്കിൽ യോഗാഭ്യാസത്തിലെ പ്രാണായാമങ്ങൾ ചെയ്യാം. 2, നമുക്ക് ആവശ്യമുള്ള ആഹാരം മാത്രമേ കഴിക്കാവൂ. ആവശ്യമില്ലാത്ത ആഹാരം കഴിക്കരുത്. അതിലിപ്പോൾ മമ്മൂട്ടി 70 വയസ്സിൽ ജ്വലിച്ച് നിൽക്കുന്നതിൻ്റെ ഒരു കാര്യം അതാണ്. ആവശ്യമില്ലാത്തത് വാരി തിന്നരുത്. വളരെ ക്രമീകൃതമായ ആഹാരം തന്നെ. അതിനൊക്കെ എന്തൊക്കെയാണ് നല്ല ആഹാരം എന്ന് മനസ്സിലാക്കാൻ നെറ്റുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. അതുപോലെ തന്നെ എന്നും വ്യായാമം ചെയ്യണം. ഈ സ്ത്രീകളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ ഒരു വ്യായാമവും ചെയ്യില്ല. അവർ പറയണ വീട്ടിൽ എല്ലാ വ്യായാമമുണ്ട്. അടുക്കളപ്പണി ഒന്നും വ്യായാമമല്ല. പണ്ടത്തെ അമ്മമാരുടെ അടുക്കള പണി എന്ന് പറഞ്ഞാൽ വ്യായാമമായിരുന്നു. അവർ അരി ഇങ്ങനെ എന്താണ് കല്ലിൽ അരയ്ക്കുമ്പോഴും അരി ആട്ടുമ്പോഴും മുണ്ട് നനയ്ക്കുമ്പോഴും എല്ലാം ഒരു മൾട്ടി ജിമ്മിൽ ചെയ്യുന്ന എല്ലാം ശരീരത്തിൽ കിട്ടും. അതുകൊണ്ടാണ് 6 10 ഒക്കെ പ്രസവിച്ചിട്ട് ഒരു പ്രശ്നമെല്ലാം അടങ്ങും. ഇവിടെ 2 പ്രസവം കഴിയുമ്പോഴത്തേക്കും നടുവേദനയാണല്ലോ. ആ ആരോഗ്യം പോയി. അവർ ഇതുപോലെ വൃത്തികെട്ട ആഹാരം കഴിച്ചിരുന്നുമില്ല. ഈ വെളിയിൽ നിന്നൊക്കെ സൊമാറ്റോ അങ്കിളും അല്ലേ, വൈകുന്നേരം ആകുമ്പോൾ സൊമാറ്റോ മാമം വരും, ഫുഡും കൂടെ എന്നൊക്കെ ആ ഒരു ഇതിലല്ലല്ലോ അവർ ജീവിച്ചത്. അതുകൊണ്ട് അവർക്ക് ആരോഗ്യം നിലനിന്നു. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഫുഡ്, പ്രോപ്പറായിട്ട് എക്സസൈസ്, പ്രോപ്പറായിട്ടുള്ള ബ്രീത്തിങ്, പ്രോപ്പറായിട്ടുള്ള ഹാബിറ്റ്സ്, അതിരാവിലെ എണീക്കുക, നേരത്തെ ഉറങ്ങുക, അങ്ങനെ കുറേ ഹാബിറ്റ്സ് ഉണ്ടല്ലോ. ആവശ്യമില്ലാത്ത മദ്യമോ സിഗരറ്റോ ഒന്നും ശരീരത്തിൽ പോകാൻ അനുവദിക്കാതിരിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് ഏറ്റവും അത്യാവശ്യമാണ് റിലാക്സേഷൻ. ഈ ആവശ്യമില്ലാത്ത വറിയുടെ പിറകെ പോകാതിരിക്കുക. ഏതെങ്കിലും വറി വരുമ്പോൾ മനസ്സിനോട് പറയുക, എനിക്ക് പറയാൻ പറ്റില്ല, ഒന്നിനെക്കുറിച്ചും അറിയാതിരിക്കുക. അത് ഭയങ്കര രസമുള്ളൊരു സംഭവം. അങ്ങനെ നിൽക്കുമ്പോൾ, അങ്ങനെയൊക്കെ ഈ ഇതിലൊക്കെ നല്ല വിജയിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വിജയിച്ചു. നിങ്ങൾക്ക് പാസ് മാർക്ക് കിട്ടി. അപ്പോൾ ഈ ജന്മം പാസ് മാർക്ക് കിട്ടിയില്ലെന്ന് വിഷമിക്കേണ്ട. ഇനി ഇഷ്ടം പോലെ ജന്മങ്ങളുണ്ട്. ഇതിപ്പോഴേ പ്രാക്ടീസ് ചെയ്തെടുക്കുക. 90 വയസ്സായാലും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ദിവസം 1 മണിക്കൂർ ശരീരത്തിന് കൊടുക്കുക, 1 മണിക്കൂർ മനസ്സിന് കൊടുക്കുക, 1 മണിക്കൂർ ആത്മാവിന് കൊടുക്കുക. 1 മണിക്കൂർ പ്രാർത്ഥന ജപം, അതൊക്കെ ആത്മാവിന്. 1 മണിക്കൂർ എക്സസൈസുകൾ, അതൊക്കെ ശരീരത്തിന്. 1 മണിക്കൂർ മനസ്സിനെ ശാന്തമാക്കുന്ന രീതിയിലുള്ള പുസ്തകങ്ങൾ വായിക്കുക, അതുപോലെ മ്യൂസിക് കേൾക്കുക, അങ്ങനെ. അപ്പോൾ 3 hours per day നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും കൂടെ കൊടുക്കുകയാണെങ്കിൽ യു വിൽ ബിക്കം എ ഗ്രേറ്റ് സക്സസ് ഇൻ ദീസ് ലൈഫ്, ഈ ജീവിതത്തിൽ തന്നെ. അപ്പോൾ ഇനി അടുത്ത ജന്മത്തിലേക്ക് പോകുമ്പോഴോ സൂപ്പറാവും ആവണം.